എന്താണ് എംപ്യൂർ പൾപ്പി? എംപ്യൂർ പൾപ്പി നാച്ചുറലായ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ഡ്രിങ്കുകളാണ് എംപ്യൂർ പൾപ്പി ഡ്രിങ്കുകൾ. സാധാരണ ഫ്രൂട്ട് ഡ്രിങ്കുകളൊക്കെ ഒരു ശതമാനം മുതൽ 5% വരെയാണ് ഒരു ഡ്രിങ്കിലെ ഫ്രൂട്ട് പ്രസൻസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിങ്കുകളിൽ ഒരു 25% മുതൽ 30% വരെ നമുക്ക് കടിക്കാനും കഴിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്. എംപ്യൂറിന്റെ ഫ്രൂട്ട് ഡ്രിങ്കുകളിൽ എസ്പെഷ്യലി നമ്മുടെ നമ്പർ 1 ആർട്ടിക്കിൾ ഗ്രേപ്പാണ്. പൾപ്പി ഗ്രേപ്പ്, അറേബ്യൻ ഗ്രേപ്പ് എന്നൊക്കെ നമ്മൾ ഫെമിലിയർ ആയ പൾപ്പി ഗ്രേപ്പിൽ നാച്ചുറൽ ആയ ഗ്രേപ്പിന്റെ ജ്യൂസ് പ്ലസ് ഗ്രേപ്പിന്റെ തൊലി കളഞ്ഞ ബോൾസുകളും നമുക്ക് കടിക്കാനും കഴിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലാണ് എംപ്യൂറിന്റെ പൾപ്പി ഗ്രേപ്പ്. അതേപോലെ തന്നെ പൾപ്പി പൈനാപ്പിൾ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് തന്നെയാണ്. പൈനാപ്പിളിന്റെ പീസസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ആണ് എംപ്യൂറിന്റെ പൾപ്പി പൈനാപ്പിൾ. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്കുകളെ ഗ്ലോബൽ ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാന്നുള്ള പർപ്പസിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 2021 ഞങ്ങൾ കേരളത്തിന് പുറത്തേക്ക് ലക്ഷദ്വീപിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, കർണാടകത്തിലേക്കൊക്കെ ഞങ്ങൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റില്, ടേസ്റ്റില്, ടോട്ടൽ പ്രോസസ്സ് തന്നെ നമ്മൾ റീ എഞ്ചിനീയറിംഗ് വരുത്തി ഷെൽഫ് ലൈഫ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എംപ്യൂറിൽ 2 പ്രൊഡക്റ്റ് ലൈനാണുള്ളത്. ഒന്ന് കൺസ്യൂമർ ബോട്ടിൽ 200 ml ഫ്രൂട്ട് ഡ്രിങ്കുകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ മെഗാ പാക്കുകൾ. 200 ml ഫ്രൂട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ജനറൽ ട്രേഡിലൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. എന്നാൽ മെഗാ പാക്കുകൾ 2.5 ലിറ്റർ പൗച്ചുകളിലായിട്ടാണ് വരുന്നത്. സാധാരണ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കഫേ, വീടുകളിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നോർമലി ഷോപ്പുകാർ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഗ്ലാസ്സിലാക്കി ഒഴിച്ചു വെച്ച് ഡിസ്പ്ലേ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. കസ്റ്റമർ വന്ന് നേരിട്ട് എടുത്ത് കുടിക്കും. വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടും അതിഥികളൊക്കെ വരുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന ഒരു ഡ്രിങ്കൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എവിടെയെല്ലാം അവൈലബിൾ ആണ്? നിലവിൽ കേരളത്തിൽ, ബാംഗ്ലൂരിൽ, ഇനി മിഡിൽ ഈസ്റ്റിലും കൂടെ സ്റ്റാർട്ട് ആക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ UAE വെച്ചാണ് സ്റ്റാർട്ട് ആക്കുന്നത്. നിയറസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും കൂടിയുള്ള എൻക്വയറികളും കൂടി ഇപ്പോൾ എടുക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ ഞങ്ങൾ വീണ്ടും അറിയിക്കും. ഇതിന്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ്? സാധാരണ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, എൻഡ് യൂസർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യാനുള്ള ഒരു വാഹന സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, 2-3 വർഷത്തെ ഈ മേഖലയിലുള്ള പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എംപ്യൂറിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാം. ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്രയാണ്? എങ്ങനെ? ഭയങ്കരമായിട്ട് സൂര്യപ്രകാശമോ ചൂടോ തട്ടാത്ത ഒരു ഏരിയ ആയാൽ ഒരു 20 ഡിഗ്രിക്ക് താഴോട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തെ ഷെൽഫ് ലൈഫ് എംപ്യൂറിന് ഇപ്പോൾ അവൈലബിൾ ആണ്. ആംബിയൻ ടെമ്പറേച്ചറിൽ വർക്ക് ആവുന്നത് തന്നെയാണ് എംപ്യൂർ. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 20 ഡിഗ്രിക്ക് താഴെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐഡിയൽ കസ്റ്റമർ ആരാണ്? ഈ സ്റ്റേജിൽ നമ്മൾ കണ്ട് പരിചയിച്ച് ശീലിച്ച മലയാളി ഓഡിയൻസ് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ. പക്ഷേ ഒരു ടേസ്റ്റ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു രുചി എന്നുള്ള നിലക്ക് ഇതിന് ജിയോഗ്രഫികളില്ലാതെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുള്ളത് പോലെ നമുക്കും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് നമ്മളെ മലയാളീസ് തന്നെയാണ് നമ്മളെ പ്രൈം ഓഡിയൻസ് വരുന്നത്. ഇതിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്? ഇൻസ്റ്റോർ ആഡുകൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റികളിൽ സോഷ്യൽ മീഡിയ ആണ് ഞങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും.